ഹലോ ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 3 ചേരുവകൾ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒത്തിരി ഇഷ്ടമാകും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം അതിനായി ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 കപ്പ് കോൺഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ കോൺഫ്ലേക്സ് നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. ഒരുപാടിട്ടങ്ങ് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. മിക്സിയിലൊന്നും പൊടിച്ചെടുക്കേണ്ട. നമുക്കിതുപോലെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പൊടിച്ചെടുത്താൽ മതിയാകും. കോൺഫ്ലെക്സ് ഇതുപോലെ വേണം ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിത് ഒരു നൂൽ പാകമാക്കി എടുക്കണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര ഇപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചിട്ടുള്ള ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കയുടെ ഫ്ലേവർ താല്പര്യമില്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏലക്കയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഇത് ഒരു നൂൽ പാകമാക്കി എടുക്കാം. ഇതിപ്പോൾ ശർക്കരപ്പാനി ഒരു നൂൽ പാകമായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലെക്സ് പൊടിച്ചു വെച്ചിട്ടുള്ളതാണ്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം വേണം കോൺഫ്ലെക്സ് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ശർക്കരപ്പാനിയിൽ നന്നായിട്ട് ഇനി ഈ കോൺഫ്ലെക്സ് എല്ലാം ഒന്ന് മിക്സായി ശർക്കരപ്പാനിയെല്ലാം ഒന്ന് വറ്റി വരണം. അതുവരെ നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയി കിട്ടണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ശർക്കര കല്ലുള്ളതാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ കല്ലില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ശർക്കര പാനിയെല്ലാം ഒന്ന് വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. നമുക്കിനി ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കണം. ഈ ചൂടോടുകൂടി വേണം ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. തണുത്ത് പോയാൽ അത് കട്ടി പിടിച്ച് പോകും. അതുകൊണ്ട് ഈ ചൂടോടുകൂടി വേണം ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിതുപോലുള്ള ഒരു മെഷർമെൻറ്റ് കപ്പിലാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അതിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മിക്സ് വീതം വെച്ച് നന്നായിട്ട് ഇനി ഒന്ന് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇതിന് പകരം നിങ്ങൾക്കൊരു ബോട്ടിലിൻ്റെ ലിഡ് എന്തെങ്കിലും എടുത്താലും മതിയാകും ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ ഈ മെഷർമെൻറ്റ് കപ്പിൽ പകുതി ഭാഗമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇനി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതിയാകും. അതിങ്ങ് ഇളകിപ്പോരും. ഓയിൽ പുരട്ടിയിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. എല്ലാം തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ്. ഈസി ആയിട്ട് ഇതിനെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും